Hi friends, welcome to Pradap G Tech. We will talk about the P30 Lite and phone. Already P30 Pro and phone is a phone 50x zooming capacity, night mode features and high-end phone. That's Lite. P30 Lite. That's the phone. That's P30 Lite. This phone is phone. P30 Pro Lite. P30 Lite. This is Galaxy A50. That's better than Redmi Note 7 Pro. That's a confusion. A lot of A50 or P30 Lite. That's a clarification in this video. Video is a video. Comment Lucifer cinema review. Sangani നമ്മുടെ ഈ ചാനലിൽ റിവ്യൂ ഇടാനാണ് അവർ ചോദിച്ചത് പക്ഷേ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു സംഗതി നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ വേറൊരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഈ സിനിമയുടെ റിവ്യൂ അവിടെ ഇടുകയാണ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് യൂണിവേഴ്സൽ ഫിലിംസ് എന്നാണ് ചാനലിന്റെ പേര് നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങുന്നത് ആഴ്ചയിൽ 1-2 സിനിമയൊക്കെ നമ്മൾ എന്തായാലും കാണാറുണ്ട് ഒരു സിനിമാ പ്രേമിയാണെന്ന് കൂട്ടിക്കോളൂ അതേപോലെ സിനിമയുടെ കാര്യങ്ങളിൽ കുറച്ച് അപ്ഡേറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ അപ്ഡേറ്റ്സും അതേപോലെ സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ആ ചാനലിലൂടെ ചെയ്യാമെന്ന് വെച്ചു എന്തായാലും ആ കമന്റ് വഴി അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഒരു ആശയം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന സുഹൃത്തുക്കൾക്ക് നന്ദി എന്തായാലും ആ ചാനൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾ അതായത് സിനിമ കാണാനും അല്ലെങ്കിൽ സിനിമയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാനും താല്പര്യമുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ആ ഒരു ചാനൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് P30 ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം P30 ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് P30 Proയുടെ ലൈറ്റ് വെർഷൻ P30 ലൈറ്റ് ആ ഒരു ചിന്ത മനസ്സിൽ മാറ്റുക കാരണം അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഇതൊരു സാധാരണ ഒരു 20,000 രൂപ റേഞ്ചിൽ ഇറങ്ങുന്ന ഒരു സാധാരണ ഫോണാണ് ആ രീതിയിൽ മാത്രം ഇതിനെ നോക്കിയാൽ മതി മറ്റേ പ്രോയുടെ ഒക്കെ ഒരു ലൈറ്റ് വെർഷൻ രീതിയിൽ ചിന്തിക്കാതിരിക്കുക ഈ ഫോണിന് വേറെയും ഒരു പേരൊക്കെ ഉണ്ട് Nova 4e എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇനി വേറെ ഏതെങ്കിലും പേരിൽ വരുമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ Honor 9s എന്നൊക്കെ വന്നേക്കാം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് 6.1 വരുന്ന ഒരു സ്ക്രീൻ LCD സ്ക്രീൻ തന്നെയാണ് ഗ്ലോസി ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡി ആയ ഒരു ഫോണിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പെർഫോമൻസിലേക്ക് വരുമ്പോൾ Kirin 710 അതായത് നമ്മുടെ 10,000 രൂപ റേഞ്ചിൽ നിൽക്കുന്ന Honor 8X പോലുള്ള ഫോണുകളിൽ കാണുന്ന അതേ Kirin 710 തന്നെയാണ് ഇതിനകത്തും വരുന്നത് 4GB RAM 128GB സ്റ്റോറേജ് ഉണ്ട് അതേപോലെ നമുക്ക് ബാറ്ററി 3340 mAh ആണ് വരുന്നത് ബാറ്ററി സ്വല്പം കുറവാണെന്ന് ഓർക്കുക 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ് 24 മെഗാപിക്സൽ മെയിൻ ക്യാമറ 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ 2 മെഗാപിക്സൽ ഡെപ്ത് ഫ്രണ്ട് സൈഡിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഈ സ്പെസിഫിക്കേഷൻ കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഇത് P30 Proയുടെ ഒരു വലിയ സംഭവമൊന്നുമല്ല പകരം ഇത് സെപ്പറേറ്റ് ഫോണാണ് അപ്പോൾ ഈ ഒരു സാധാരണ ഫോൺ 20,000 രൂപ റേഞ്ചിലാണ് വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത് ഈ ഒരു റേഞ്ചിൽ ഫോൺ വന്നാൽ Note 7 Pro വേണോ Galaxy A50 വേണോ P30 Lite വേണോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ Galaxy A50 ആയാലും Redmi Note 7 Pro ആയാലും സ്വല്പം ബെറ്ററായ ഫോണുകൾ തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം Note 7 Pro ആണെങ്കിൽ പ്രൈസ് 13,990 രൂപ അത്രേ വരുന്നുള്ളൂ ആ പ്രൈസിൽ നമുക്ക് Snapdragon 675 Gorilla Glass 5 അതുപോലെ 48 മെഗാപിക്സലിൻ്റെ സൂപ്പർ ക്ലാരിറ്റിയുള്ള അടിപൊളി ക്യാമറയുണ്ട് ഫ്രണ്ട് സൈഡിൽ 13 മെഗാപിക്സൽ ക്യാമറയും മികച്ച ക്വാളിറ്റി തരുന്നുണ്ട് 4000 mAh ബാറ്ററി ക്വിക്ക് ചാർജ് 4 പോലുള്ള സർവീസുകൾ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗംഭീരമായൊരു വാല്യൂ ഫോർ മണി ആയ പ്രൊഡക്റ്റാണ് Redmi Note 7 Pro അപ്പോൾ 20,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ഇറങ്ങുമ്പോൾ P30 ലൈറ്റ് എടുക്കുമ്പോൾ Note 7 Proയേക്കാൾ നന്നാവാൻ എന്തായാലും ഈ ഒരു സ്പെസിഫിക്കേഷൻ കമ്പാരിസൺ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അതിനേക്കാൾ നന്നാവുക Note 7 Pro തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പ്രൈസും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ പെർഫോമൻസും കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കുറച്ച് ബെറ്റർ Note 7 Pro ആയിട്ട് തന്നെയാണ് തോന്നുന്നത് എന്നാൽ P30 ലൈറ്റിന് ഒരു ചെറിയ എഡ്ജ് അവിടെ വരുന്നത് ട്രിപ്പിൾ ക്യാമറ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയുണ്ട് ഫ്രണ്ട് സൈഡിൽ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് ഈ വൈഡ് ആംഗിൾ ക്യാമറയുടെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ കൂടിയൊരു സെൽഫി ക്യാമറയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ Note 7 Proയേക്കാൾ ബെറ്റർ ആയിട്ട് ഈ ഫോണിനെ കണക്കാക്കാം പക്ഷേ എങ്കിലും മറ്റുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നമുക്ക് Note 7 Pro തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇനി Galaxy A50 ആയിട്ടുള്ളൊരു കൺഫ്യൂഷനാണ് A50 സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയും ഗംഭീരമായൊരു നല്ല സാർ വാല്യൂയും കാര്യങ്ങളും നല്ലൊരു ബ്രാൻഡ് നല്ലൊരു സർവീസ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അതിൻ്റെ ഒപ്പം തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു ഫാസ്റ്റ് ചാർജർ അടക്കം വരുന്നു 4000 mAh എന്ന് പറയുന്ന കൂടിയ ബാറ്ററിയും ഇതിനകത്ത് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു സ്മാർട്ട് ഫോണാണ് 20,000 രൂപയ്ക്ക് തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ച് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയ ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും P30 ലൈറ്റ് ഇതിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു ഫോണില്ല പക്ഷേ ക്യാമറ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ ഇതിനകത്തുള്ള ക്യാമറയും മോശമൊന്നുമല്ല 25 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലായാലും ഏത് മേഖലയിൽ നോക്കിയാലും A50യേക്കാൾ ബെറ്ററാണ് P30 ലൈറ്റ് എന്ന് പറയാൻ കാരണങ്ങളില്ല പക്ഷേ മോശമാണെന്ന് പറയേണ്ട അവസ്ഥയുമില്ല അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ
ഈ രണ്ട് ഫോണുകളുമായിട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും P30 Lite സ്വല്പം പുറകിൽ തന്നെയാണ്. പക്ഷേ വാവയുടെ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫോൺ എടുത്താൽ തെറ്റൊന്നും പറ്റില്ല. കാരണം നല്ല സോളിഡായ പെർഫോമൻസും നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ ഒരു കാര്യം പറയാനുള്ളത് ബാറ്ററി ലൈഫ് അത് അത്ര പോരാ. 3340 mAh ഉള്ളൂ. മറ്റുള്ള ഫോണുകൾ ഇപ്പോൾ A50 ആയാലും Note 7 Pro ആയാലും ഇവിടെ ഈ ഒരു റേഞ്ചിൽ കണ്ടുവരുന്ന ഫോണുകളിലൊക്കെ ഒരു 4000 mAh ബാറ്ററി എടുത്ത് നമുക്ക് നല്ല ബാറ്ററി ലൈഫുകൾ കിട്ടാറുണ്ട്. ഈ ഫോണിൽ ബാറ്ററി ലൈഫ് കുറവാണ്. അപ്പോൾ ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ബാറ്ററി ലൈഫ് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടില്ല. ആ ഒരു കാര്യം മാത്രമേ ഒരു നെഗറ്റീവ് പറയാനുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും വാവയുടെ ഒരു കൺസിഡർ ചെയ്യാവുന്ന നല്ല ഫോണായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇന്ത്യയിലേക്ക് ഇത് എത്തിയിട്ട് പറയാം. കാരണം ഇവിടേക്ക് വരും പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, പേര് മാറോ, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും പ്രൈസും കാര്യങ്ങളൊക്കെ 20,000 രൂപ റേഞ്ച് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വന്നിട്ട് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് P30 Lite. അപ്പോൾ എന്തായാലും മറക്കാതെ നമ്മുടെ യൂണിവേഴ്സൽ ഫിലിംസ് എന്ന ചാനൽ ഒന്ന് കാണുക. സിനിമ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കാണണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടിയും ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. ലൂസിഫറിൻ്റെ റിവ്യൂ ചാനലിലുണ്ട്. അപ്പോൾ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കാണാം.